ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും എന്നും നന്ദിയുള്ളവരായി വിശ്വസ്തയുള്ളവരായി ജീവിക്കുവാൻ നാം തയ്യാറുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിനെ സംബന്ധിച്ച് മനോഹരമായ കാവ്യഭംഗിയിലും ഭാവനയിലും എഴുതിയ ഒരു സങ്കീർത്തനമാണ് 114 സങ്കീർത്തനം. എല്ലാ കാലത്തും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കവിതാ ശകലമാണ് 114 സങ്കീർത്തനം. 1 മുതൽ 8 വാക്യങ്ങൾ അടങ്ങുന്ന ഈ സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: സമുദ്രം കണ്ടോടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. 8-ാം വാക്യം: അവൻ പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവും ആക്കി തീർത്തിരിക്കുന്നു. ഈ 2 വാക്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ കരുതലുകളെ കുറിച്ചാണ്. 430 സംവത്സരം മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ രക്ഷിക്കേണ്ടതിനു വേണ്ടി ദൈവം മോശയെ നിയമിച്ചു. മോശയുടെ നേതൃത്വത്തിൽ പോയ ഈ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവം നൽകിയ കരുതലുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുറകിൽ ഫറവോന്റെ സൈന്യം, മുൻപിൽ ചെങ്കടൽ. ഈ സാഹചര്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചത് പ്രകാരം മോശ ചെങ്കടലിന്മേൽ കൈനീട്ടി. വെള്ളം 2ആയി പിളർന്ന് മതിലായി തീർന്നു. ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനവും മോശയും കടലിന്റെ നടുവിലൂടെ സഞ്ചരിച്ചു പോയി. ഫറവോൻ പിന്തുടർന്നെങ്കിലും വെള്ളത്താൽ മൂടപ്പെട്ടു. ഇവിടെ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ കരുതലെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ ഓരോ കരുതലുകളും അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്തെങ്കിലും ഇസ്രായേൽ ജനം പല സാഹചര്യത്തിലും ദൈവത്തോട് പിറുപിറുത്തു. ഇതിന്റെ അനന്തരഫലമായി കനാൻ ദേശത്തിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരുവാൻ സാധിച്ചില്ല. യോശുവയും കാലേബും അടങ്ങുന്ന ഒരു കൊച്ചു സംഘം മാത്രമാണ് കനാൻ ദേശത്തെ കാണുവാൻ സാധിച്ചത്. പ്രിയമുള്ള മക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവത്തോട് പിറുപിറുക്കുന്നവരാകരുത്, മത്സരിക്കുന്നവരാകരുത്. ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ ഓരോ ഉപകാരങ്ങൾക്കും എന്നും നന്ദിയുള്ളവരായി വിശ്വസ്തതയുള്ളവരായി ജീവിക്കുന്നവരായിരിക്കണം. ദാവീദിന്റെ സങ്കീർത്തനമായ 103-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലും നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദാവീദിന്റെ ഓരോ ജീവിത സാഹചര്യത്തിലും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ പറ്റിയാണ് ദാവീദ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും എന്നും നന്ദിയുള്ളവരായി വിശ്വസ്തയുള്ളവരായി ജീവിക്കുവാൻ നാം തയ്യാറുള്ളവരായിരിക്കണം. ഈ ലോകത്തിന്റെ ഓരോ മ്ലേച്ഛതകളിൽ പെട്ടുപോകാതിരിക്കേണ്ടതിനു വേണ്ടി ദൈവത്തോട് പിറുപിറുപ്പില്ലാതെ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേർന്നവരായി ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.